ചരക്കു കപ്പൽ കത്തി അപകടമുണ്ടായിരിക്കുകയാണ്. കണ്ടെയ്നറുകൾ 20 എണ്ണത്തോളം കടലിലേക്ക് പതിച്ചിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ജീവനക്കാരെ രക്ഷിക്കുക എന്നുള്ള ദൗത്യത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതനുസരിച്ച് 4 ജീവനക്കാരെ കാണാനില്ല എന്നൊരു നിഗമനത്തിലേക്ക് കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. മിഥുൻ പിള്ളയിലേക്ക് പോകുന്നു. മിഥുൻ, അഴീക്കലിനോട് ചേർന്ന ഭാഗത്താണ് ഈ അപകടമുണ്ടായത് എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യം ജീവനക്കാരെ രക്ഷപ്പെടുത്തി കോഴിക്കോട്ടേക്കായിരിക്കും കൊണ്ടുവരിക എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ കോഴിക്കോടും എറണാകുളത്തുമുള്ള ജില്ലാ ഭരണകൂടങ്ങളോട് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു. ഇതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഒരുക്കണം എന്നുള്ള നിർദ്ദേശവും വന്നിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ പരിക്കേറ്റ ജീവനക്കാരെയും കൊണ്ട് എവിടേക്കാണ് വരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത തുടരുകയാണല്ലോ. എന്തുകൊണ്ടാണ് ഈ ഒരു കാലതാമസം വരുന്നത്? രോഹിണി, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ പരിക്ക് പറ്റിയ ആളുകളെയും കൊണ്ട് ബേപ്പൂരേക്കായിരിക്കും വരിക എന്ന്. അഴീക്കൽ പോർട്ട് ഓഫീസറും അത്തരത്തിലൊരു അഭിപ്രായം തന്നെയാണ് നമ്മോട് പങ്കുവച്ചത്. എന്നാൽ വിദഗ്ധ ചികിത്സയും വലിയ അതായത് വലിയ കപ്പലുകൾ അടുപ്പിക്കാനും ബോട്ടുകൾ അടുപ്പിക്കാനുമുള്ള സൗകര്യങ്ങളുള്ള ഒരു പോർട്ട് എന്ന നിലയിൽ മംഗലാപുരം പോർട്ടിലേക്ക് ഇവരെ കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം മാത്രമല്ല, ബേപ്പൂരേക്ക് ഇത്തരത്തിൽ ബോട്ട് അടുപ്പിക്കുകയാണെങ്കിൽ അതിന് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അത് പരിഗണിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ അപകട സ്ഥലത്ത് നിന്ന് മംഗലാപുരം പോർട്ടിലേക്ക് പരിക്ക് പറ്റിയ ആളുകളെയും കൊണ്ട് വരാനുള്ളൊരു സാധ്യത അതിനിയും തള്ളിക്കളയാനാകില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ മംഗലാപുരത്ത് നിരവധി ആശുപത്രികളുണ്ട്. വലിയ കപ്പലുകളായാലും വലിയ യാനങ്ങളായാലും പോർട്ടിൽ അടുപ്പിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ അവിടേക്ക് ഇവരെ കൊണ്ടുവരാനുള്ളൊരു സാധ്യത തള്ളിക്കളയാനാകില്ല. എന്നാലും ഇപ്പോഴും ബേപ്പൂരാണോ മംഗലാപുരത്താണോ ഇവരെ രണ്ടുപേരെയും ഈ പരിക്കേറ്റ ആളുകളെ കൊണ്ടുവരിക എന്നൊരു കാര്യത്തിലൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അതിലൊരു ഔദ്യോഗിക അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഔദ്യോഗിക തീരുമാനം വന്നാൽ മാത്രമേ അത് നമുക്ക് കൂടുതൽ വ്യക്തമാക്കി പറയാനും വേണ്ടി സാധിക്കുകയുള്ളൂ. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കണ്ണൂർ അഴീക്കൽ തുറമുഖത്ത് നിന്നും അതുപോലെ തന്നെ ബേപ്പൂരിൽ നിന്നും തുല്യ ദൂരമാണ് ഈ അപകടം സംഭവിച്ച സ്ഥലത്തേക്ക് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 44 നോട്ടിക്കൽ മൈൽ, അതായത് 125 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഈ രണ്ട് തുറമുഖത്തിന് ദൂരത്തു നിന്നാണ് ഈ ഒരു കപ്പൽ അനഘയിലേക്ക് പോകേണ്ടതുണ്ട്. അനഘ നേരത്തെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി ആംബുലൻസുകൾ അവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അനഘ, വ്യക്തമാകുന്നുണ്ടോ കാര്യങ്ങൾ? ഏറെക്കുറെ, അതായത് നേരത്തെ തന്നെ സ്വകാര്യ ആശുപത്രിയിലെ ആംബുലൻസുകൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ ജില്ലാ കളക്ടറുടെയും ഒക്കെ നിർദ്ദേശപ്രകാരം ഈ ഭാഗത്തേക്ക് സ്വകാര്യ ആശുപത്രിയിലെ ആംബുലൻസുകൾ എത്തിയിരുന്നു. പക്ഷെ അല്പസമയത്തിനകം തന്നെ അവർ മടങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വിവിധ ഭാഗങ്ങളിലുള്ള സ്വകാര്യ ആശുപത്രിയിലെ ആംബുലൻസുകൾ ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ട് എന്നതാണ്. നിലവിൽ ഒരു ആംബുലൻസ് ആണ് ഈ കോസ്റ്റ് ഗാർഡിന്റെ ഈ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത്. മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ പോർട്ട് ഓഫീസർ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത തന്നിട്ടില്ല എന്നതാണ്. അതായത് അവർക്ക് ഔദ്യോഗികമായി ഒരു വിവരം ലഭിച്ചാൽ മാത്രമാണ് അവർ ഇത്തരത്തിൽ ഈ ഭാഗത്തേക്കാണ് പരിക്കേറ്റ 18 പേരെയും കൊണ്ടുവരിക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും തന്നിട്ടില്ല എന്നതാണ്. അതായത് ഔദ്യോഗികമായി ഈ പോർട്ട് ഓഫീസർക്ക് ആ വിവരം ലഭിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും മംഗലാപുരത്തേക്കല്ല, ഈ ബേപ്പൂരിലെ ഈ ഭാഗത്തേക്ക് ഈ പോർട്ടിലേക്കായിരിക്കും ഈ പരിക്കേറ്റ 18 പേരെയും കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയുള്ളത്. അതുകൊണ്ട് ഈ സ്വകാര്യ ആശുപത്രിയിലെ ആംബുലൻസുകളൊക്കെ തന്നെ ഈ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നതാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ 18 രക്ഷപ്പെടുത്തിയിരിക്കുന്ന ഈ 18 പേർക്കും ഈ 18 പേരിൽ ചിലർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. മാത്രമല്ല മറ്റ് ഗുരുതര പ്രശ്നങ്ങളൊന്നും തന്നെ ഈ പരിക്കേറ്റവർക്ക് ഉണ്ടായിട്ടില്ല. എന്തായാലും അതിനുള്ളൊരു സജ്ജീകരണം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. കാരണം പോർട്ട് ഓഫീസറുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വിശദീകരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉറപ്പ് പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരുന്നു എന്ന് ഏകപക്ഷീയമായി പറയാൻ സാധിക്കൂ. പക്ഷെ നേരത്തെ അടക്കം, അതായത് തൊട്ട് മുൻപ് വരെ പോർട്ട് ഓഫീസറോട് ചോദിച്ചതനുസരിച്ച് പോർട്ട് ഓഫീസർ പറയുന്നത് തനിക്ക് ഔദ്യോഗികമായി അങ്ങനെ ഒരു വിവരം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം ലഭിച്ചിട്ടില്ല. പക്ഷേ ഇത് നേരത്തെ ഈ അപകടമുണ്ടായ സമയത്ത് തന്നെ ഇവിടെയുള്ള ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഈ കാര്യത്തിൽ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ആ സമയത്ത് ആംബുലൻസുകൾ വന്നിരുന്നു, അവർ മടങ്ങിപ്പോവുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ സമയത്ത് ഈ ഭാഗത്തേക്ക് ആംബുലൻസുകൾ വരുന്നുണ്ട്. പോലീസുകൾ, ഈ ജില്ലയിലുള്ള വിവിധ ഇടങ്ങളിലുള്ള പോലീസ് വാഹനങ്ങളും ഇങ്ങോട്ടേക്ക് ചെറിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ബേപ്പൂർ കേന്ദ്രീകരിച്ച് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? കാരണം അഴീക്കലേക്കായിരിക്കുമോ ബേപ്പൂരിലേക്കായിരിക്കുമോ എന്നുള്ളത് സംബന്ധിച്ചാണ് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നത്. പക്ഷേ അനഘയ്ക്ക് ബേപ്പൂരിൽ നിന്നും നൽകാൻ കഴിയുന്ന
കഴിയുന്നത്. ചില സജ്ജീകരണങ്ങളൊക്കെ അവിടെ ഏർപ്പെടുത്തുന്നുണ്ട്, ആംബുലൻസുകൾ വരുന്നുണ്ട്, പോലീസ് സംവിധാനങ്ങളുണ്ട്. അതായത് ഏതെങ്കിലും ഒരു രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ അവിടെ നടക്കുന്നുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ, അല്ലേ അനഘ? അതെ, തീർച്ചയായും. അതായത് ഈ ആംബുലൻസ് ഇവിടെ വന്നതോടുകൂടിയാണ് അതിനൊരു നീക്കം അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഈ നേരത്തെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പോർട്ട് ഓഫീസറോട് അല്പം മുൻപ് ചോദിച്ചപ്പോൾ തന്നെ തങ്ങൾക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നതാണ്. പക്ഷേ ഈ പരിക്കേറ്റവരെ എത്തിക്കാൻ ഏറ്റവും അഴീക്കൽ അല്ലെങ്കിൽ ബേപ്പൂർ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാനാണ് എളുപ്പം. പക്ഷേ വലിയ കപ്പലുകൾക്ക് ഈ ബേപ്പൂർ ഭാഗത്തേക്ക് എത്താൻ ചില പ്രയാസങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ മംഗലാപുരത്തേക്കായിരിക്കും കൊണ്ടുപോവുക എന്നുകൂടി നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ നിലവിൽ ഒരു ആംബുലൻസ് ആണ് വന്നിരിക്കുന്നത്. ഇനി അത് ഏതെങ്കിലും ഘട്ടത്തിൽ ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുൻകരുതലിന്റെ ഭാഗമായി വന്നതാണോ എന്നുകൂടി നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ 18 പേർക്കാണ് ഈ കപ്പൽ തീപിടുത്തത്തിൽ പരിക്കേറ്റിരുന്നത്. ഈ 18 പേരാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇവരെ ആദ്യം ഈ MV മാറൽ കണ്ടെയ്നർ ഷിപ്പിലായിരുന്നു ഇവരെ ആ തീപിടുത്തമുണ്ടായ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഈ MV മാറൽ കണ്ടെയ്നർ ഷിപ്പ് ഉപയോഗിച്ചാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഈ രക്ഷപ്പെട്ട ആളുകൾക്കൊന്നും തന്നെ ഗുരുതരമായ പരിക്കില്ല. പക്ഷേ ചിലർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്, ചില പ്രശ്നങ്ങളൊക്കെയുണ്ട്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു പോലീസ് വാഹനം ഇവിടെ നിന്ന് ബേപ്പൂർ തുറമുഖത്ത് നിന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെയൊക്കെ തന്നെ ഈ പോലീസ് വാഹനങ്ങൾ ഈ ഭാഗത്ത് പല ഭാഗത്തേക്കുമൊക്കെ തന്നെ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ 18 പേരെ ഈ ബേപ്പൂരിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്തത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വരുത്താൻ കഴിയും. എന്തായാലും ഏറ്റവും ഒരു കപ്പൽ തീപിടുത്തം ഉണ്ടായി. ഇന്ന് രാവിലെ 9:30 ഈ കപ്പലിന് ബേപ്പൂരിലേക്കായിരിക്കുമോ ഈ ജീവനക്കാരെ കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് ഇനിയും അറിയേണ്ടതാണ്. അത് വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ചില ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ബേപ്പൂർ തുറമുഖം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു ആംബുലൻസ് എത്തിച്ചേർന്നിട്ടുണ്ട്, പോലീസ് വാഹനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കൊക്കെ എത്താം. വളരെ പെട്ടെന്ന് തന്നെ മിഥുൻ പിള്ളയിലേക്ക് കൂടി പോകുന്നു. അഴീക്കലിൽ നിന്നാണ് മിഥുൻ പിള്ള ചേരുന്നത്. മിഥുൻ, ഈ നിലവിൽ ഇപ്പോൾ ഈ കപ്പലിലെ സാഹചര്യം എങ്ങനെയാണ്? കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് തീ പടരുന്നു എന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടോ? കപ്പലിൽ തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരാശങ്കയ്ക്കിടയാക്കുന്ന സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ 18 പേരെ രക്ഷപ്പെടുത്തി. 22 പേരിൽ 4 പേരെ കാണുന്നില്ല. കുറച്ചു പേർക്കെങ്കിലും 18 പേരിൽ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, പൊള്ളലേറ്റിട്ടുണ്ടെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ കപ്പലിന്റെ അവസ്ഥ എന്താണെന്നാണ് അറിയാൻ കഴിയുന്നത്. രോഹിണി, ഏതാണ്ട് രാവിലെ 11:30 കപ്പലിന് തീ പിടിച്ചു എന്നൊരു വിവരം ബേപ്പൂരിലെയും അതുപോലെ അഴീക്കലിലെയും പോർട്ട് ഓഫീസർമാർക്ക് ഔദ്യോഗികമായി ലഭിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് തീപിടുത്തം ഉണ്ടായിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴത് തീ പൂർണ്ണമായും കെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വെല്ലുവിളിയായി തന്നെ അവശേഷിക്കുകയാണ്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ടത് കോസ്റ്റൽ ഗാർഡിൻ്റെ ഉൾപ്പെടെ തീ കെടുത്താനുള്ള ബോട്ടുകളടക്കം ഈ കപ്പലിന് സമീപത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല ഈ കപ്പലിൽ ആദ്യഘട്ടത്തിൽ തീ പിടിച്ച് പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ 4 പേർ കടലിലേക്ക് എടുത്തു ചാടിയത്. ഇവരെയാണ് കാണാതായി എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ഈ പൊട്ടിത്തെറിയിൽ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. നിലവിൽ ഈ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിയാത്തത് തന്നെയാണ് ഒരു ആശങ്കയായി ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്നാലും ഇത് തീ അണയ്ക്കാനുള്ളൊരു കഠിന പ്രയത്നം അത് കോസ്റ്റൽ ഗാർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പരിക്കേറ്റവർ ഇപ്പോൾ എവിടേക്ക് കൊണ്ടുവരുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒന്ന്, ബേപ്പൂരേക്കാണോ അതോ മംഗലാപുരത്തേക്കാണോ കൊണ്ടുവരിക എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. നേരത്തെ അനഘ പങ്കുവെച്ചതുപോലെ ഈ ബേപ്പൂരേക്ക് ചില ആംബുലൻസുകളൊക്കെ വന്നു എന്നുള്ളത് ഇനി അവിടേക്കാണോ ഈ പരിക്കേറ്റ ആളുകളെ കൊണ്ടുവരിക എന്നൊരു സംശയം നിലനിർത്തുന്നുണ്ട്. അതേസമയം കൂടുതൽ വിശദമായ അല്ലെങ്കിൽ വിപുലമായ സൗകര്യങ്ങളുള്ള ഒരു പോർട്ട് എന്നുള്ള നിലയിൽ മംഗലാപുരം പോർട്ടാണ് കോസ്റ്റൽ ഗാർഡ് കൂടുതലായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പരിക്കേറ്റ ആളുകളെ ആ മംഗലാപുരം പോർട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാകില്ല. കാരണം അവിടെ നിരവധി ആശുപത്രികളൊക്കെ ഉള്ള സ്ഥലം കൂടിയാണ് മംഗലാപുരം. ആ ഒരു പശ്ചാത്തലത്തിൽ വിശദമായ ചികിത്സ ഉടൻ തന്നെ നൽകാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുടെ കൂടി പുറത്താണ് മംഗലാപുരം പോർട്ടിലേക്ക് ഇവരെ എത്തിക്കും എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ആശങ്ക ഒഴിഞ്ഞു എന്ന് നമുക്ക് പറയാനായിട്ടില്ല. കാരണം തീ പൂർണ്ണമായും കെടുത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഒരു ഔദ്യോഗിക വിവരം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നാൽ മാത്രമേ ഇനിയൊരു വ്യക്തത ഇക്കാര്യത്തിൽ വരികയുള്ളൂ. രോഹിണി, ശരി മിഥുൻ, തുടരുക. അനഘയിലേക്ക് പോവുകയാണ്. അനഘ, നമുക്കറിയാം ഈ അപകടം നടന്ന ഇടത്തു നിന്ന് കൃത്യം
ഒരേ ദൂരമാണ് ബേപ്പൂരിലേക്കും അഴീക്കലിലേക്കുമുള്ളത്. അതുകൊണ്ടാണ് ഈ പരിക്കേറ്റവരെയും കൊണ്ട് അഴീക്കലിലേക്കായിരിക്കുമോ ബേപ്പൂരിലേക്കായിരിക്കുമോ എത്തിച്ചേരുക എന്നുള്ളൊരു ആശയക്കുഴപ്പം നിലനിന്നത്. പക്ഷേ അനഘയടക്കമുള്ള മാധ്യമപ്രവർത്തകരോട് ബേപ്പൂർ പോർട്ട് ഓഫീസർ വ്യക്തമാക്കിയത് അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും അത് മാധ്യമപ്രവർത്തകരെ അറിയിക്കും എന്നുള്ളത് തന്നെയായിരുന്നു. ഇപ്പോൾ അനഘയ്ക്ക് അവിടെ നിന്നും ചില ക്രമീകരണങ്ങളൊക്കെ കാണാൻ സാധിച്ചിരുന്നു. ആംബുലൻസ് എത്തുന്നു, പോലീസ് വാഹനങ്ങൾ എത്തിച്ചേരുന്നുണ്ട്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. പക്ഷേ നിലവിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണവും നിങ്ങൾ അടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് നൽകിയിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ, ഈ പോർട്ട് ഓഫീസർ അല്പം മുൻപും പറഞ്ഞിരിക്കുന്നത് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഭാഗം കൊണ്ടുവരുന്നത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പും ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഈ പോർട്ട് ഓഫീസർ പറയുന്നത്. പക്ഷേ നേരത്തെ തന്നെ ആദ്യമേ തന്നെ ഈ കപ്പൽ അപകടം ഉണ്ടായ സമയത്ത് തന്നെ ഈ പോർട്ട് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതായത് ഈ കൃത്യമായി ഈ മേപ്പൂർ ഭാഗത്തുള്ള ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതുപോലെ തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഏത് വിധത്തിലും സജ്ജമായിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പും നിർദ്ദേശവും നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം എന്തായാലും ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ഈ ആംബുലൻസിൽ പ്രദേശത്തെ സ്വകാര്യ ആശുപത്രിയിലെ ആംബുലൻസുകൾ ഈ ബേപ്പൂർ ഈ തുറമുഖ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്, ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. മാത്രമല്ല അതിനുശേഷം പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ ഭാഗത്തേക്ക് വരികയും ചെയ്തിരുന്നു. ഇനി എന്തായാലും എല്ലാ ഈ ബേപ്പൂരും അഴീക്കൽ അടക്കമുള്ള ഈ പോർട്ട് ഓഫീസർക്ക് ഇത്തരത്തിലൊരു ജാഗ്രത അല്ലെങ്കിൽ ഈ രീതിയിൽ സജ്ജീകരണം ഒരുക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷെ അത് ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭാഗത്തേക്കാണ് കൊണ്ടുവരിക എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. എന്തായാലും ഈ 18 പേർ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഈ 18 ജീവനക്കാർക്കും എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുക. എന്തായാലും പ്രാഥമികമായ ഒരു ചികിത്സ ഇതിനോടകം തന്നെ അവർക്ക് നൽകിയിട്ടുണ്ട്. പലർക്കും പൊള്ളലേറ്റിട്ടുണ്ട്. മാത്രമല്ല 4 പേരെ കാണാതായിട്ടും ഉണ്ട്. എന്തായാലും ഇവർക്ക് പ്രാഥമികമായ ചികിത്സ ഉറപ്പുവരുത്താനുള്ള ഒരു നീക്കമാണ് നടക്കുക. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ ആശുപത്രികൾക്ക് ശരി, അനഘയിലേക്ക് എത്താം. മിഥുനിലേക്ക് പോവുകയാണ്. മിഥുൻ, നിലവിൽ കണ്ടെയ്നറുകൾ 20 എണ്ണത്തോളം കടലിലേക്ക് പതിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം ഈ തീപിടുത്തത്തിനിടയാക്കത്തക്കവണ്ണമുള്ള രാസപദാർത്ഥങ്ങളുള്ള ഏതോ ഒരു കണ്ടെയ്നറിനുള്ളിലാണ് പൊട്ടിത്തെറി ഉണ്ടായത് എന്നുള്ള ചില നിഗമനങ്ങളിലേക്ക് കൂടി എത്തുന്നുണ്ട്. തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് കൂടി തീ പടരാനുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട്. ഒരു മലിനീകരണ സാധ്യത വലിയ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിക്കുകയും അതോടൊപ്പം തന്നെ ഈ തീയും പുകയും ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത് നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികളിലേക്ക് കൂടി അധികൃതർ കടക്കേണ്ടതല്ലേ? അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും നിരവധി കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ അല്ലെങ്കിൽ തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. വിവിധ കാറ്റഗറികളായി ഇതിനെ തിരിച്ചിട്ടുമുണ്ട്. അതായത് തീ പിടിക്കാൻ സാധ്യതയുള്ള ദ്രാവകങ്ങളുണ്ട്, അതുപോലെ തന്നെ ഖരപദാർത്ഥങ്ങളുണ്ട്, മറ്റ് വിഷാംശമുള്ള ചില വസ്തുക്കളുണ്ട്. അത്തരത്തിൽ അപകടകരമായ ചില വസ്തുക്കൾ ഈ കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുതന്നെയാണ് ഈ പെട്ടെന്നുള്ള തീപിടുത്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായതും ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ തന്നെയാണ്. ഇത് കടലിൽ പതിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആശങ്ക വലുതാണ്. കാരണം എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്നതിനെ സംബന്ധിച്ച് ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കോസ്റ്റ് ഗാർഡിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ നേവിയുടെയും കപ്പലുകളടക്കം ഈ ഒരു തീ പിടിച്ച കപ്പലിനടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ തീ കെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ തുടരുന്നു എന്നും വ്യക്തമാകുന്നുണ്ട്. ഈ അപകടാവസ്ഥയിലായ കപ്പലിൽ നിന്ന് പുറത്തേക്ക് ചാടിയ ആളുകളെ രക്ഷിക്കാൻ സാധിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പരിക്കേറ്റ ആളുകളെ കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടുകളിലേക്കടക്കം മാറ്റിക്കൊണ്ട് പ്രാഥമിക ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അവരെ ഉടൻ ബേപ്പൂർ പോർട്ടിലേക്കോ അല്ലെങ്കിൽ മംഗലാപുരം പോർട്ടിലേക്ക് എത്തിക്കുമെന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ബേപ്പൂർ പോർട്ടിൽ ആംബുലൻസുകൾ അടക്കം വന്നിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അങ്ങോട്ടേക്ക് തന്നെ ആവാൻ ഈ ആളുകളെ എത്തിക്കാൻ സാധ്യത കൂടുതൽ ബേപ്പൂർ പോർട്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഈ തീപിടിച്ച വസ്തുക്കളൊക്കെ തന്നെ കടലിലേക്ക് പതിക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു പ്രകൃതി ദുരന്തമായി മാറും, അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് വലിയൊരു ആഘാതമായി മാറും എന്നതിനെ സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ല. കാരണം ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ മറ്റേ പെയിന്റോ അത്തരത്തിലുള്ള അപകടകരമായ വസ്തുക്കളാണ് കടലിൽ പതിക്കുന്നതെങ്കിൽ അത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നൊരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രോഹിണി, ശരി, മിഥുൻ തുടരുക. അനഘയിലേക്ക് വീണ്ടും പോവുകയാണ്. അനഘ,
ക്രമീകരണങ്ങൾ സംബന്ധിച്ച് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു വ്യക്തത വരുന്നുണ്ടോ? അതായത് നിലവിൽ ഇവിടെയുള്ള ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. പക്ഷെ അപ്പോഴും ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ 18 പേരുമായി വലിയ കപ്പലുകളാണ് ഈ ഭാഗത്തേക്ക് വരിക. അതിനുശേഷം ഇവിടെ ഈ കരയിലേക്ക് അവരെ എത്തിക്കണമെങ്കിൽ മറ്റ് ചെറു ബോട്ടുകളിലാക്കി വേണം ഈ കരയിലേക്ക് എത്തിക്കാൻ. അതൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെയാണ് മംഗലാപുരത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്തത്. എന്തായാലും ഇപ്പോഴും കൃത്യമായ ഒരു സജ്ജീകരണം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇവർക്ക് പ്രാഥമിക ചികിത്സ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കൃത്യമായി അവർക്ക് ഇവിടെ എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളുമുള്ള ആശുപത്രികൾ ബേപ്പൂർ പരിസരത്തുണ്ട്. അവിടേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത. എന്തായാലും അതിലൊന്നും തന്നെ ഇപ്പോഴും ഈ സമയമായിട്ടും ഒരു വ്യക്തത ഈ പോർട്ട് ഓഫീസറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും കൊണ്ടുവരികയാണെങ്കിൽ അത്തരത്തിൽ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആ 18 പേരെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് തന്നെയാണ് കൊണ്ടുവരിക. ആ ഭാഗത്താണ് കപ്പൽ അടുക്കുക. അതിനുശേഷം അവിടെ നിന്ന് ചെറുബോട്ടുകളിൽ കയറി അല്ലെങ്കിൽ അവരെ ആ ചെറുബോട്ടുകളാക്കിയതിന് ശേഷമായിരിക്കും ഈ കരയിലേക്ക് എത്തിക്കാൻ സാധിക്കുക. അതിനുശേഷം ഇവിടെ ആംബുലൻസുകൾ നിർത്തിയിട്ടുണ്ട്. ആംബുലൻസുകൾ കയറ്റി തൊട്ടടുത്ത എല്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജ് അടക്കമുള്ള സൗകര്യങ്ങൾ ഈ ഭാഗത്തുണ്ട്. അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ ഉണ്ടാവുക. പക്ഷേ നമുക്ക് അപ്പോഴും അത് ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും കത്തിയതുമായി ബന്ധപ്പെട്ട് 22 ജീവനക്കാർ 18 പേരെ രക്ഷപ്പെടുത്തി, 4 പേരെ കാണാനില്ല. പരിക്കേറ്റ ജീവനക്കാരുമായി എവിടേക്കായിരിക്കും എത്തുക എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു ആശയക്കുഴപ്പം മാത്രമാണ്. ബേപ്പൂർ തുറമുഖത്തായിരിക്കുമോ, അഴീക്കലിലേക്കായിരിക്കുമോ, മംഗലാപുരത്തേക്കായിരിക്കുമോ എന്നുള്ളതിൽ അല്പസമയത്തിനകം തന്നെ വ്യക്തതയിലേക്ക് എത്തും.